ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈം തന്നെയാണ്. ടാലി പ്രൈമിൽ ലെഡ്ജറുകളുടെയും സ്റ്റോക്കിൻ്റെ ഐറ്റത്തിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ എൻട്രി ചെയ്ത് വെക്കുമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പുതിയൊരു കമ്പനി തുടങ്ങുകയാണ്. ഇപ്പോൾ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ പുതിയ വന്നിട്ടുള്ള പർച്ചേസ് ബില്ല് നമ്മൾ അടിച്ച് കയറ്റുമ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അവരുടെ ബാലൻസ് അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ എമൗണ്ട് എത്രയാണ്, സ്റ്റോക്ക് എത്ര വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ കയറും നമ്മൾ ബില്ല് അടിച്ച് കയറ്റുമ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കി ട്രാൻസാക്ഷൻസ്, സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോയാൽ മതി. പക്ഷേ നമ്മളൊരു 2 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അത് മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇനി മുതൽ നമ്മളതിനെ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, പല കമ്പനികൾക്കും നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ഇതൊക്കെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. 2 വർഷം മുന്നേ ഉള്ള കണക്കല്ല. ഇന്ന് മുതൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇതുവരെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, ഇന്ന് വരെ നമ്മൾ കൊടുക്കാൻ ബാലൻസ് നിൽക്കുന്ന എമൗണ്ടുകൾ, ഇതൊക്കെയാണ് ഓപ്പണിങ്ങിൽ നമ്മൾ എൻട്രി ചെയ്യേണ്ടി വരിക. അല്ലാതെ ആദ്യം മുതലുള്ള ബില്ലുകൾ നമ്മളതിൽ അടിച്ച് കയറ്റില്ല. അതേപോലെ തന്നെ പുതിയൊരു കമ്പനി ആണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ 2 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് അന്നത്തെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അല്ല നമ്മളിവിടെ എഴുതേണ്ടത്. ആ ക്യാപിറ്റൽ വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം കറണ്ട് ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് എൻട്രി ചെയ്യുക. അതേപോലെ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും, ഇതൊക്കെ എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസിൽ എൻട്രി ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എടുത്തതിന് ശേഷം ലെഡ്ജറാണ് നമ്മൾ ചെയ്യുന്നത്, ലെഡ്ജർ ബാലൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2-3 പാർട്ടികൾക്ക് നമ്മൾ ഇതുവരെ കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ്, കറണ്ട് ക്യാഷ് ബാലൻസ് എത്രയാണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻട്രി ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ ലെഡ്ജർ എന്നുള്ളത് എടുക്കുക. ലെഡ്ജർ എടുത്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ക്യാഷ് ബാലൻസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇതിൽ ക്യാഷ് ഓൾറെഡി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ക്യാഷിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓൾട്ടറിൽ വന്ന് ലെഡ്ജർ എടുക്കുക. ഇതിൽ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്ക് എൻ്റർ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഇവിടെ കാണിക്കും. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് ക്യാഷ് ബാലൻസ് എത്രയാണോ, കമ്പനിയുടെ കറണ്ട് ക്യാഷ് ബാലൻസ് എത്രയാണോ എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് ബാലൻസിൻ്റെ അവിടെ എമൗണ്ട് നമ്മൾ കൊടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 50,000 രൂപയാണ് നമ്മുടെ ക്യാഷ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ 50,000 നമ്മൾ കൊടുത്ത് എൻട്രി ചെയ്യുക. അതിന് മുന്നേ ഇവിടെ നോക്കുക, ടോട്ടൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും, എമൗണ്ട് മാറുന്നത് കാണാം. ഇനി ഇതിനെ നമ്മൾ എൻട്രി ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ക്യാഷ് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ഒരാളുടെ പേരാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ലെഡ്ജർ സെലക്ട് ചെയ്യുക. ലെഡ്ജർ സെലക്ട് ചെയ്തതിന് ശേഷം ബാങ്കിൽ എമൗണ്ട് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കണം. ബാങ്കിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ബാങ്ക് എന്നുള്ളത് കൊടുക്കുക. ബാങ്ക് എന്നുള്ളത് കൊടുത്തതിന് ശേഷം ഇതിന്ന് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുക. IFSC കോഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് വരും. ഈ ഓപ്പണിംഗ് ബാലൻസിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കറണ്ട് ബാങ്ക് ബാലൻസ് എത്രയാണെന്നുള്ളത് ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുക. ഇനി ഇതിനെ എൻട്രി ചെയ്ത് സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്യാഷും കൊടുത്തു, അതുപോലെ തന്നെ ബാങ്കും കൊടുത്തു. ഇനി ഒരു പാർട്ടി നെയിമാണ് രാജീവ് എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ നിലവിൽ കൊടുക്കാനുള്ള എമൗണ്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ രാജീവ് എന്നുള്ളത് കൊടുത്തു. അതിൽ സൺട്രി ക്രെഡിറ്റർ എന്നുള്ളത് കൊടുക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സ്
ഇനി അവരുടെ ഫുൾ ഡീറ്റെയിൽസും കൂടെ കൊടുത്തതിന് ശേഷം രാജീവിന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുക. കറണ്ട് ബാലൻസ് എത്രയെന്നുള്ളത് 5000 നമ്മൾ കൊടുത്തു. അപ്പോൾ ഏത് ബില്ലിനാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ ബിൽ നമ്പറൊന്നും നോക്കുന്നില്ല, കാരണം അത് മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇന്ന് വരെ നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ് നാളെ മുതൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്തു തുടങ്ങുമ്പോൾ ബില്ലായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ബിൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം അത് നമ്മൾ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ തൽക്കാലം എമൗണ്ട് ആണ് എൻട്രി ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ എൻട്രി ചെയ്ത് സേവ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഒരു ഡെപ്റ്റർ വരുന്നുണ്ട്. നമുക്ക് പൈസ തരാനുള്ള ആളാണ് സൺട്രി ഡെപ്റ്റർ. അപ്പോൾ ഇവിടുന്ന് സൺട്രി ഡെപ്റ്റേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സൺട്രി ഡെപ്റ്റേഴ്സ് എടുത്തതിന് ശേഷം അവരുടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മളിതിൽ എൻട്രി ചെയ്ത് കൊടുക്കണം. ഒരു 10000 രൂപ നമ്മൾക്ക് തരാനുണ്ട്, അത് എൻട്രി ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുന്നത്. അതായത് പാർട്ടി നെയിമിൻ്റെ ലെഡ്ജേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ നാളെ മുതൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ നാളത്തെ ട്രാൻസാക്ഷൻസൊക്കെ, അപ്പോൾ നാളെ മുതലുള്ള പർച്ചേസൊക്കെ സാധാരണ പർച്ചേസ് ബില്ല് വെച്ചിട്ട് ഐറ്റം വെച്ചിട്ട് നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യണം, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എൻട്രി ചെയ്യണം, അതൊക്കെ സാധാരണ രീതിയിൽ ചെയ്യാം. ഇത് മുന്നത്തെ 2 വർഷം വരെയുള്ള പർച്ചേസിൻ്റെ ബില്ലും സെയിൽസിൻ്റെ ബില്ലും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നില്ല. നമ്മൾ കറണ്ട് ബാലൻസ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കും കൂടെ നമുക്ക് എൻട്രി ചെയ്യണം. ആ സ്റ്റോക്കും കൂടെ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇനി പറയുന്നത്. നമ്മളിവിടെ വന്ന് സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യണം. ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മളിവിടെ എൻട്രി ചെയ്യുക. മൗസ് വരുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ തനിയൊരു വീഡിയോ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രൈമറി എന്നുള്ളത് കൊടുത്തു. യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റിൻ്റെ അവിടെ Alt C എന്നുള്ളത് നമ്മൾ കൊടുക്കുക. Alt C കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്പറായിട്ടാണ് കാണിക്കുന്നത്. NO എന്നുള്ളത് കൊടുത്തു. നമ്പർ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക ഫുള്ള്. ഇനി നമ്മളിതിനെ സേവ് ചെയ്യുക. ഇവിടെ വന്ന് താഴെ ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എത്ര മൗസ് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതിൻ്റെ റേറ്റ് എൻട്രി ചെയ്യുക. അപ്പോൾ ഇവിടെ വാല്യൂ കാണിക്കും. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. മൗസിൻ്റെ മൊത്തം സ്റ്റോക്ക് വാല്യൂ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഇതിനെ നമുക്ക് എൻട്രി ചെയ്ത് സേവ് ചെയ്യാം. അടുത്ത ഐറ്റം നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇനി ക്വാണ്ടിറ്റിയിൽ എത്ര ഐറ്റം അത് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുക്കുക, റേറ്റ് കാണിക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെയും അതേപോലെ തന്നെ ലെഡ്ജേഴ്സിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം പറയുന്നു. നമ്മൾ ഇപ്പോൾ തുടങ്ങുന്ന ഒരു കമ്പനിയാണ്, ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഓൾറെഡി സിസ്റ്റം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ബില്ലും സെയിൽസ് ബില്ലൊക്കെ നമുക്ക് ഡയറക്റ്റ് അടിക്കാം. ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി മാനുവലായിട്ടായിരുന്നു ഇതുവരെ കണക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യേണ്ടി വരിക. അപ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.